ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസിൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കേരള PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെസിമൽ ഇക്വലന്റ് ഓഫ് ഒക്ടൽ നമ്പർ 115 ഈസ്. നമ്പർ കൺവേർഷൻ ആണ് ഈ ടോപ്പിക്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒക്ടൽ നമ്പർ ആയിട്ടുള്ള 115നെ അതിന്റെ തന്നെ ഡെസിമൽ വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും ബൈനറി ആവട്ടെ, ഒക്ടൽ ആവട്ടെ, ഹെക്സാഡെസിമൽ ആവട്ടെ, അതിനെ നമ്മൾ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒറ്റ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. 3 നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ മെത്തേഡ് ആണ്. പൊസിഷണൽ വെയിറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഇത് കൺവേർഷൻ നടത്തുന്നത്. നമുക്കറിയാം ഒരു നമ്പറിന് ഓരോ പൊസിഷനും വെയിറ്റ് ഉണ്ട്. ആ കറസ്പോണ്ടിങ് വെയിറ്റ് എഴുതിയതിനു ശേഷം അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഇക്വലന്റ് കിട്ടും. നമുക്ക് ഈ എക്സാമ്പിളിലൂടെ അത് നോക്കാം. ഇവിടെ ഒക്ടൽ നമ്പർ ആയതുകൊണ്ട് ഈ 115നെ എടുത്തെഴുതുക. 115ല് 5 എന്ന് പറയുന്ന നമ്പറിന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 8⁻⁴. അത് പ്ലസ് 1ന്റെ പൊസിഷണൽ വെയിറ്റ് എഴുതുക 8⁻⁴. ദെൻ 1ന്റെ പൊസിഷണൽ വെയിറ്റ് 8⁻². ദെൻ നമുക്ക് ആൻസർ 64 plus 8 plus 5 then 77 എന്ന് കിട്ടും. ഇതാണ് കറക്റ്റ്. ട്രഡീഷണൽ വേയിൽ നമ്മളൊരു ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും ഡെസിമൽ ഇക്വലന്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ്. ഇവിടെ ഒക്ടൽ നമ്പർ ആയതുകൊണ്ടാണ് 8⁻⁴, 8⁻⁴, 8⁻² യൂസ് ചെയ്തത്. ഇത് നമുക്ക് ബൈനറി നമ്പർ ആയിരുന്നു എങ്കിൽ 2⁻�0, 2⁻1, 2⁻2 യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ ആയിരുന്നു എങ്കിൽ 16⁻0, 16⁻1, then 16⁻2 അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കറക്റ്റ് ട്രഡീഷണൽ വേ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരു ഈസി വേ ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഒക്ടൽ നമ്പറിനെ നമ്മളിപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ 115 ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ 115 ഒക്ടൽ നമ്പറിനെ ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്പർ ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സ് എഴുതുക. നമുക്കറിയാം 5 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി എന്ന് പറയുന്നത് 101 ആണ്. ദെൻ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടലിന്റെ ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത് 3 ബിറ്റ് ആണ്. 3 ബിറ്റ് ഉള്ള ബൈനറി നമ്പർ ആയിരിക്കും ഒക്ടൽ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 001, ദെൻ ഇവിടെയും 001. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ്സ് മാത്രം, 0യുടെ പൊസിഷനിലുള്ള വെയിറ്റ്സ് എഴുതേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള പോർഷനിലെ വെയിറ്റ് മാത്രം എഴുതിയാൽ മതിയാവും. ഇപ്പൊ ഇവിടെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്നത് 1 ആണ്. ദെൻ ഇവിടെ വരുന്നത് 4 ആണ്. ദെൻ ഇവിടെ വരുന്നത് 8 ആണ്. ദെൻ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് വരുന്നത് 64 ആണ്. അപ്പൊ നമുക്ക് ഇത് 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 77 കിട്ടും. ഇങ്ങനെ ഒരു ഈസി വേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ, 1 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ലോജിക്കലി ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന രീതിയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് വേയിലൂടെ ഓരോന്നിന്റെയും വെയിറ്റ്സ് എഴുതി ചെയ്യാൻ പറ്റും. 8⁻�0, 8⁻1, then 8⁻2 എന്ന് എഴുതിയതിനു ശേഷം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ കാണാതെ പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1ന് നേരെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് എഴുതിയിട്ട് ആഡ് ചെയ്താൽ മതിയാവും. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 77 ആണ് ഇവിടുത്തെ ആൻസർ. Moving on to the next question. ഇവിടെ ചോദിച്ചിരിക്കുന്നത് if the number 25 in the radix x number system is equivalent to 15 in decimal, what is the value of x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട് 25. ആ നമ്പറിന്റെ ഏത് നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ആണെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ റാഡിക്സ് x എന്നാണ് പറയുന്നത്. x ഇവിടെ അൺനോൺ ആണ്. അതിന്റെ ഇക്വലന്റ് ഡെസിമൽ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അത് 15 ആണ്. 15 എന്ന് പറയുന്നത് ഡെസിമൽ ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് ഡെസിമൽ ഇക്വലന്റ് എന്താണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു നമ്പറിനെ ഈ റാഡിക്സ് എന്തോ ആവട്ടെ ഒരു നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പഠിച്ചു. ആ മെത്തേഡിൽ തന്നെ 25 എന്നുള്ള നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 5 എന്ന് പറയുന്നതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5 × x⁻⁴ ആണ്. ദെൻ 2 × x⁻1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x + 5 എന്ന് കിട്ടും. ഈ 2x + 5 എന്ന് പറഞ്ഞാൽ 25ന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ആണ്. ഇത് നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് ഡെസിമൽ വാല്യൂ 15 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 2x = 10 എന്നും x = 5 എന്നും കിട്ടും. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഓപ്ഷൻ സി 5 ആണ് ഇവിടുത്തെ ആൻസർ. Moving on to the next question. Which of the following statement is correct? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡെസിമൽ
10 is represented as 1000 in binary code. ഇവിടെ BCD കോഡിന്റെ BCD കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? BCD കോഡ് എന്ന് പറയുന്നത് 4 ബിറ്റ് ബൈനറി കോഡാണ്. 4 ബിറ്റ് ഉണ്ടാവും, അതിൽ 10ന്റെ റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 8421 കോഡ് എന്നാണ് BCD കോഡിനെ പറയുന്നത്. അപ്പോൾ 8421 കോഡിൽ 10 എന്ന് പറയുന്നതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും? ഈ 8ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണല്ലോ 10 കിട്ടുക. അപ്പൊ ആ പൊസിഷനിൽ മാത്രം 1 കൊടുക്കുക, ബാക്കി പൊസിഷനിൽ 0 കൊടുക്കുക. ഇതാണ് കറസ്പോണ്ടിങ് 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD. അപ്പൊ ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല, ഇത് തെറ്റാണ്. ഡെസിമൽ 10 ഇക്വലന്റ് ആവുന്നത് 1010 ആയിട്ടാണ്. അടുത്ത നമ്പർ ഡെസിമൽ 9 ഈസ് റെപ്രസെന്റഡ് ആസ് 1011 ഇൻ X3 കോഡ്. ഇവിടെ 9 എന്ന് പറയുന്ന നമ്പറിനെ ആദ്യം നമുക്കറിയാം 8421 എന്ന് എഴുതി നോക്കുക. അതിൽ 9ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD എന്തായിരിക്കും? 1001 ആയിരിക്കും. അതിന്റെ കൂടെ XS3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. XS3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD എന്ന് പറയുന്നത് നമുക്കറിയാം 0011 ആണ്. ഈ 3യുമായിട്ട് BCD ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് XS3. അപ്പോൾ ഈ 1001 എന്നുള്ളതിന്റെ കൂടെ 0011 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 + 1 0 വിത്ത് ക്യാരി 1 കിട്ടും. ദെൻ 1 + 1 0 വിത്ത് ക്യാരി 1, ദെൻ 1 0, ദെൻ 1 കിട്ടും. 1 + 0 1. അപ്പൊ നമുക്ക് 1100 ആണ് കിട്ടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1011 ആണ്. അത് മിസ്റ്റേക്ക് ആണ്, അപ്പൊ അത് കറക്റ്റ് അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ഡെസിമൽ 9 ഈസ് റെപ്രസെന്റഡ് ആസ് 1010 ഇൻ BCD കോഡ്. ഇവിടെ നമ്മൾ നോക്കിയതാണ് ഫസ്റ്റ് 9 എന്ന് പറയുന്നതിന്റെ BCD കോഡ് എന്താണ്? 1001 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1010 എന്നാണ്. ഏത് നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്? 10ന്റെ ആണ് 1010 എന്ന് പറയുന്നത്. അപ്പൊ ഇതും മിസ്റ്റേക്ക് ആണ്. ദെൻ അടുത്ത 4th ഓപ്ഷൻ ആയിരിക്കാം കറക്റ്റ്. നമുക്ക് അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തേക്കാം. ഡെസിമൽ 10 ഈസ് റെപ്രസെന്റഡ് ആസ് 111 ഇൻ ഗ്രേ കോഡ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഡെസിമൽ ടു ഗ്രേ ആണ്. ഡെസിമൽ ടു ഗ്രേ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡെസിമലിനെ ഫസ്റ്റ് നമ്മൾ ബൈനറിയിലേക്ക് ആക്കണം. ദെൻ ബൈനറി ടു ഗ്രേ കൺവേർഷൻ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 10യുടെ ബൈനറി റെപ്രസെന്റേഷൻ BCD റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1010 ആണ്. അതിനെ നമ്മൾ ഗ്രേ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഗ്രേ കോഡിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഈ 1നെ അതേപോലെ എഴുതുക. ദെൻ ഈ 1 + 0 1, 0 + 1 1, 1 + 0 1. അപ്പൊ കറസ്പോണ്ടിങ് ഗ്രേ കോഡ് എന്ന് പറയുന്നത് 111 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം ആർ ദെയർ? നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര നമ്പർ സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. കറക്റ്റ് ഇതിൽ ആൻസർ പറയാൻ പറ്റില്ല. കാരണം ഈ കറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള 4 നമ്പർ സിസ്റ്റം ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ബൈനറി ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്, ഒക്ടൽ ഉണ്ട്. അതിൽ ആ നമ്പർ സിസ്റ്റംസ് അല്ലാതെ റാഡിക്സ് 6ഓ റാഡിക്സ് 4ഓ ഒക്കെ വരുന്ന നമ്പർ സിസ്റ്റംസും ഉണ്ടാവാം. പക്ഷെ മെയിൻ ആയിട്ട് ഉള്ളത് 4 നമ്പർ സിസ്റ്റം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി 4 ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെസിമൽ നമ്പർ ഫോർ ദ ഒക്ടൽ നമ്പർ 5642? ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5642 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എനി നമ്പർ സിസ്റ്റം ടു ഡെസിമൽ എന്ന് പറയുന്നത് നമ്മൾ കൺവേർഷൻ ഉപയോഗിക്കുന്നത് പൊസിഷണൽ വെയിറ്റ് മെത്തേഡാണ്. പൊസിഷണൽ വെയിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5642 എന്ന് പറയുന്നത് എഴുതുമ്പോൾ 2 × 8⁻0 പ്ലസ് 4 × 8⁻1 പ്ലസ് 6 × 8⁻2 ദെൻ 5 × 8⁻3. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 8⁻3 × 5 എന്ന് പറയുന്നത് 2560 എന്നും 6 × 8⁻2 എന്നുള്ളത് 384 എന്നും 4 × 8 32, then 2 × 1 2. ഇതിന് ആൻസർ വരുന്നത് 2978 ആണ്. ശരിക്കും ഇതിൽ ഓപ്ഷൻസിൽ ആൻസർ ഇല്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന്റെ ആൻസർ 2978 ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പർ ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ കേരള PSC ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിൽ വിവിധ പരീക്ഷകളിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ നമ്പർ സിസ്റ്റംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തുടർന്ന് നമ്മൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. കോമൺ ആയി വരുന്ന വിഷയങ്ങളിലെ PYQs നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളൊന്ന് കുറച്ചൊന്ന് കെയർ ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി ഫർദർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിന്റെ തിയറി പാർട്ടും നമ്മൾ ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.
Signing off, your study partner Click. Stay focused on what really matters.